തെലങ്കാനയിൽ 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ കണ്ടെത്തി. നൽഗൊണ്ട ജില്ലയിലെ മൂടിമാണിക്യം ഗ്രാമത്തിൽ നിന്നാണ് പുരാതന ക്ഷേത്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഗവേഷണത്തിന്റെ ഭാഗമായി പുരാവസ്തു ഗവേഷകർ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഇതിലാണ് നിർണായകമായ കണ്ടെത്തൽ. തെലുങ്ക് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം.എ. ശ്രീനിവാസൻ, എസ്. അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പരിശോധന നടത്തിയത്. ക്ഷേത്രങ്ങൾക്ക് 1300 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ബദാമി ചാലൂക്യന്റെ കാലത്തുള്ള ക്ഷേത്രങ്ങളാണിവയെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ചുവരെഴുത്തുകളും ചിത്രങ്ങളുമെല്ലാം ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ കർണാടകയിലെ രാജകുടുംബമായ കടമ്പ നാഗരയുടെ സ്വാധീനവും ക്ഷേത്രം പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. 8-9 നൂറ്റാണ്ടിലാണ് ബദാമി ചാലൂക്യൻ ജീവിച്ചിരുന്നത്. വിഷ്ണുവിന്റെയും ശിവന്റെയും ക്ഷേത്രങ്ങളാണിതെന്നാണ് സൂചന. ശ്രീകോവിലിനുള്ളിൽ നിന്നും ശിവലിംഗവും വിഷ്ണു വിഗ്രഹത്തിന്റെ ഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. വളരെ നിർണായകമായ കണ്ടുപിടുത്തമാണ് ഗവേഷകർ നടത്തിയിരിക്കുന്നത് എന്ന് ഡോക്ടർ ശ്രീനിവാസൻ പറഞ്ഞു. പുരാതന സംസ്കാരത്തിലേക്ക് വഴി തുറക്കുന്നതാണ് ക്ഷേത്രങ്ങളുടെ കണ്ടുപിടുത്തം. ബദാമി ചാലൂക്യന്റെ കാലത്തെ മതപരമായ ആചാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ക്ഷേത്രങ്ങൾ നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ASI അറിയിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ വിഗ്രഹത്തോട് സാമ്യം പുലർത്തുന്നതാണ് കണ്ടെടുത്ത വിഷ്ണു വിഗ്രഹം. ദശാവതാരങ്ങളെ ചിത്രീകരിക്കുന്ന പ്രഭാവലയത്തോടെ നിൽക്കുന്ന രൂപത്തിലാണ് കണ്ടെടുത്ത വിഗ്രഹം. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹത്തിൽ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളും സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട പ്രധാന ചിഹ്നങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശ്രീരാമ വിഗ്രഹത്തിന്റെ ഒരു കാലിനോട് ചേർന്ന് ഹനുമാൻ, മറ്റൊരു കാൽ ഗരുഡൻ, വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ സ്വസ്തിക്, ഓം, ഗദ, ശംഖ് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിഷ്ണുവിന്റെ 10 അവതാരങ്ങളും വിഗ്രഹത്തിന്റെ ഇരുവശത്തും ഉണ്ട്. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായ കൃഷ്ണൻ, പരശുരാമൻ, കൽക്കി, നരസിംഹം തുടങ്ങിയവയെല്ലാം വിഗ്രഹത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാന് വിഗ്രഹത്തിന്റെ വലത് കാൽപാദത്തിലാണ് സ്ഥാനം. വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെ ഇടത് കാൽപാദത്തിനരികിലും ചിത്രീകരിച്ചിട്ടുണ്ട്. വിഗ്രഹത്തിന്റെ മുകൾ ഭാഗത്ത് സനാതനധർമ്മവും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട എല്ലാ വിശുദ്ധ ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഗ്രഹത്തിന്റെ വലത് കൈ ആശീർവാദം നൽകുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കൈയിൽ ഒരു അമ്പ് നൽകിയിരിക്കുന്നു. ഇടത് കൈയിൽ വില്ലും കൊടുത്തിട്ടുണ്ട്. ഭാരതത്തിന്റെ പുരാണ ചരിത്രം മുതലേ പുണ്യനഗരങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന അയോധ്യയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. അയോധ്യ അറിയപ്പെടുന്നത് തന്നെ രാമജന്മഭൂമി എന്ന പേരിലാണ്. പുരാവസ്തു ഗവേഷകർ പലപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും വിഗ്രഹങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല അവശിഷ്ടങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കാലാകാലങ്ങളായി ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നുവെന്നും ആ ക്ഷേത്രങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഒരുപക്ഷെ പ്രകൃതിക്ഷോഭത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്രമണങ്ങളാലോ ആരുടെയെങ്കിലും ആക്രമണങ്ങളാലോ തകർക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള ഒരു നിരീക്ഷണത്തിൽ എത്തുന്നതും അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ക്ഷേത്ര പുനരുദ്ധാരണം നടത്തണമെന്നുള്ള ആവശ്യവുമായി പലപ്പോഴും ഹിന്ദു സമുദായ അംഗങ്ങൾ മുന്നോട്ട് വരുന്നതുമൊക്കെ ഇത്തരം ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും കർണാടക, തെലങ്കാന ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു എന്ന വാർത്ത ഇപ്പോൾ അടിക്കടി പുറത്തു വരുന്നുണ്ട്. കർണാടക, തെലങ്കാന ഭാഗങ്ങളിൽ മാത്രമല്ല പലയിടങ്ങളിലും ഇതുപോലെ തകർക്കപ്പെട്ട പല ആരാധനാലയങ്ങളും ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമാനസ്.